നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് CPIM-ന്റെ പാലക്കാട് ജില്ലാ നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഇന്നലെ CPIM-ന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാലക്കാട് ജില്ലയിൽ ഇന്നലെ എത്തിയിരുന്നു. ഇന്നലെ ഇതിനോടനുബന്ധിച്ച് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. CPIM-ൽ നിന്ന് വിട്ടുപോയവരെയും അതുപോലെ തന്നെ CPIM-ൽ നിന്നും പുറത്താക്കിയവരെയും കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വല്ലപ്പുഴയിലെ മുൻ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 6 പേരെ, അതായത് CPIM-ന്റെ പ്രവർത്തകരും ഭാരവാഹികളുമായിരുന്ന 6 പേരെ പുറത്താക്കിയ നടപടി റദ്ദാക്കാനാണ് ഇപ്പോൾ CPIM പാലക്കാട് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെടുത്തേക്കും. CPIM-ൽ നിന്ന് വിട്ടുപോയ കൊഴിഞ്ഞാമ്പാറ, ഒറ്റപ്പാലം അതുപോലെ തന്നെ വല്ലപ്പുഴ മേഖലകളിൽ നിന്ന് ഇവർ ഒരു പുതിയ പാർട്ടി, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങിയിരുന്നു. അതിൻ്റെ ആദ്യ വിമത കൺവെൻഷൻ നാളെയാണ് പാലക്കാട് ചന്ദ്രനഗർ കല്യാണ മണ്ഡപത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ യോഗത്തിൽ ഈ വല്ലപ്പുഴയിലെ CPIM-ൽ നിന്ന് പുറത്തുപോയവർ പങ്കെടുക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ അത്തരത്തിലൊരു യോഗത്തിലാണ് PK ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നുള്ള വാർത്തകൾ നാം മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ യോഗത്തിൽ KTDC മുൻ ചെയർമാൻ PK ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നും അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറയിലെ CPIM-ൽ നിന്ന് വിട്ടുപോയ ഭാരവാഹികൾ ഇപ്പോഴത്തെ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വാർത്തകൾ നാം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് CPIM-ൽ നിന്നും കൊഴിഞ്ഞുപോയ അല്ലെങ്കിൽ CPIM-ൽ നിന്നും പുറത്താക്കപ്പെട്ട ഭാരവാഹികളെയും അതുപോലെ തന്നെ പ്രവർത്തകരും തിരിച്ചെടുക്കാനുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ അതുപോലെ തന്നെ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തൃത്താല, മലമ്പുഴ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിലെല്ലാം പാർട്ടിക്ക് വലിയ ക്ഷീണം സംഭവിച്ചിരുന്നു, വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. അത്തരത്തിൽ ഈ മേഖലകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ആ ഭാഗങ്ങളിലെല്ലാം പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ CPIM-മായി കുറച്ചു നാളുകളായി അകന്നു നിന്ന മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥിനെ ഉൾപ്പെടെ ചേർത്ത് നിർത്താനുള്ള നീക്കവും ഇന്നലെ നടത്തിയിരുന്നു. AV ഗോപിനാഥിന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ ഓഫർ ചെയ്തിട്ടാണ് AV ഗോപിനാഥിനെ കൂടെ ചേർത്ത് നിർത്താൻ CPIM ജില്ലാ നേതൃത്വം ഇന്നലെ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഓഫർ കൊടുത്തുകൊണ്ട് പാലക്കാട് LDF-ന്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിനെ കൂടെ നിർത്തും എന്നുള്ള വിവരങ്ങളാണ് ഇന്നലെ നമ്മൾ വാർത്ത